Watch full episodes on Jio Hotstar. നമസ്കാരം മോട്ടുപത്ലു. നിങ്ങൾ കമൽപൂരിന്ന് ഫുർഫുറി നഗരം വരെ ഈ കാടിന്റെ നടുവിലൂടെ റോഡ് ഇടുന്ന കോൺട്രാക്ട് വാങ്ങിച്ച് നിങ്ങളുടെ ധൈര്യം തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി 10-15 റോഡ് കോൺട്രാക്ടേഴ്സ് ഈ കോൺട്രാക്ട് എടുത്ത് റാണു റാണയുടെ മേലെയുള്ള പേടി കൊണ്ട് അവർ പകുതിയിൽ വെച്ച് ഓടി. റാണു റാണയോ? അതാരാ? നിങ്ങൾ അങ്ങനെ പകുതിയിൽ വെച്ച് ഓടില്ലല്ലോ. പേടിച്ചോടി പോകുന്നവര് പലരും ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. റാണു റാണ, നിങ്ങൾ ആരായിരുന്നാലും ശരി, ഒരു കാര്യം മറക്കണ്ട, ഞങ്ങളെ തുണയായിട്ട് ഞങ്ങൾക്ക് സിംഗം സാർ ഉണ്ട്. ഇതാ സിംഗം സാർ, ഈ തേങ്ങ ഉടയ്ക്ക്. അങ്ങനെയാണോ? എന്റെ അമ്മോ, എന്തത്? എനിക്കിപ്പോ എന്താ സംഭവിച്ചത്? സോറി സിംഗം സാർ. എന്റെ അമ്മോ, ഡോണ്ട് വറി, വൈഫ് ഹിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. നിങ്ങൾ റോഡ് ഇട്ടോ, ഇയാളെ ഞാൻ നോക്കിക്കോളാം. ഏയ് പറഞ്ഞോ, ആ 2 ഡോൺഷിപ്പ് എവിടെയാണ് ഉള്ളതെന്ന്? റാണും റാണാവും. സർ, നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ എന്നെ ഇവിടെ വരാൻ പറഞ്ഞ്. ഇപ്പഴാ സാർ ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു തരാം സാറേ, നിങ്ങൾ അവരെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി. അവിടെ കാറ്റിന് പോലും പോവാൻ ഭയമായിരിക്കും. കാലാവസ്ഥ സ്തംഭിച്ചു നിൽക്കും അവിടെ. അവിടെയാണെങ്കിൽ കിളികൾ ചെലയ്ക്കുന്ന ശബ്ദം പോലും ഉണ്ടാവില്ല. പിന്നെ ഭൂമി നിക്ക പേടിച്ച് വിറയ്ക്കും. അപ്പൊ മനസ്സിലാക്കിക്കോണം, റാണു റാണ വരുന്നുണ്ടെന്ന്. എന്റെ അമ്മോ, നീ എന്താ ഇൻഫർമേഷൻ തരണോ അതോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ചിങ്കത്തിന് പേടിയില്ല. നീ ചെന്ന് നിന്റെ റാണു റാണാവിന്റെ അടുത്ത് പറഞ്ഞേക്ക്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. കം ഓൺ കോൺസ്റ്റബിൾസ്, ലെറ്റ് us go there. എന്റെ അമ്മോ, വണ്ടി നിർത്തിയെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിണ്ടാവല്ലോ. ഇനി കാര്യങ്ങളൊക്കെ ചിങ്കം സാറ് നോക്കിക്കോളും. സമൂസ. എന്റെ അമ്മോ, രക്ഷിക്കണേ. പൊളിക്കടുത്തല്ലോ, ഇത് നമ്മുടെ ചിങ്കം സാറിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. എപ്പോഴാണോ വീശുന്ന കാറ്റിന്റെ കൂടെ ആരെങ്കിലും ബഹളം വെക്കുന്ന ശബ്ദം കേൾക്കുന്നുവോ, എപ്പോഴാണോ ഭൂമിയുടെ ഹൃദയം പൊട്ടി അതിന്റെ സ്പന്ദനം ഒരു രാഗമായിട്ട് കേൾക്കുന്നുവോ, എപ്പോഴാണോ ഒരു മൃഗം വളരെ ഭവ്യതയോടെ അതിന്റെ തല കുനിച്ച് നിൽക്കുന്നുവോ, അപ്പം മനസ്സിലായിക്കോ, റാണു റാണ വരികയാണ് എന്ന്. എന്താണ് സിംഗർ സാർ, സാർക്ക് ഇങ്ങനെ ഭയപ്പെട്ടാലോ? ഒരു സാധാരണ ഡോണിനെ കണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പേടിക്കാമോ? ഡോണല്ല ബോട്ടു, അവൻ ഡോണുമല്ല. കോൺസ്റ്റബിൾസ്, എസ്കേപ്പ്. രക്ഷിക്കണേ. ഹായ് ഗോറില്ല ചേട്ടാ. ഓടിക്കാൻ പറ്റുള്ളൂ. ചിങ്കം
ചിങ്കം സാറേ, അല്ല ചിങ്കം സാർ എവിടെ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആരോ ഉണ്ടെന്ന്. ചിങ്കം സാറേ പ്ലീസ്, ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരൂ. ഇപ്പൊ തന്നെ തരാം. ഈ ബെഡ്ഷീറ്റിനകത്ത് ഇരുന്നാ മതി. പുറത്ത് ശാന്തമായ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പോകാം. പൊളിക്കടുത്തല്ലോ. ആ റാണാവും പുറത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ടാവും. എപ്പോഴാണോ കാറ്റിൽ കാറുന്ന ഒച്ചയും ബഹളവും നിൽക്കുന്നുവോ? താൻ കുറെ മുമ്പ് ഇത്ര നീണ്ട ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. അപ്പൊ അത് മനുഷ്യനല്ല ഗൊറില്ലയാന്നൊരു വാക്ക് പറയാൻ വരായിരുന്നോ? പറയണോ? സോറി, ഇവിടെ ജോലി വല്ലപ്പോഴുമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓടിക്കളയല്ലേ. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? ഈ ഗൊറില്ലയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് പറയേ. ഐഡിയ. എവിടെയാണ് ആ റാണ? അതാ അവിടെയുണ്ട്. ഡോക്ടർ ജഡ്ക നമുക്ക് തന്നിരിക്കുന്ന ഈ ആനിമൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഗാഡ്ജറ്റ്സ് മുഖേന നമ്മുടെ സംസാരം ഗൊറില്ലകൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഹലോ റാണ, നമസ്കാരം. ടെൻഷൻ ആവണ്ട. സമാധാനം. ഞങ്ങള് സുഹൃത്തുക്കളാണ്. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാവില്ല. നോ ഡേഞ്ചർ. കുട്ടികളെ നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ ചിരിപ്പിക്കാൻ പോകുന്നതെന്ന്. ഓടാൻ അവസരം കിട്ടിയാലല്ലേ ഓടാൻ പറ്റൂ. മോട്ടുപത്ലു, കുഴപ്പമൊന്നുമില്ലല്ലോ. വലിയേട്ടൻ നമ്മൾ കൊടുക്കാൻ പോയ സമാധാനത്തിന്റെ സന്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഗാഡ്ജറ്റ് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആയില്ല. എന്നാ പിടിച്ചോ. ചേടാ മോട്ടുപത്ലു ചങ്ക എന്റെ ബ്രോ, അവർക്ക് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് മനസ്സിലാകും. അല്ല, അറിയാതെ ഞാൻ നിങ്ങൾക്ക് നോർമൽ ഇയർഫോൺസ് കൊടുത്തു പോയെന്നേ. ആനിമൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഇയർപോഡ് ദാ ഇവിടെയുണ്ടല്ലോ. മോട്ടുപത്ലു വേണ്ട പ്ലീസ്, എന്നെ തല്ലല്ലേ. അയ്യോ അമ്മ വേദനിക്കുന്നു. ഒരു പാവത്തിന് എങ്ങനെയിട്ട് തല്ലാൻ പാടുണ്ടോ? എന്റെ പല്ലൊക്കെ പൊട്ടിപ്പോയി. എന്നോട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ, അറിയാതെ പറ്റിപ്പോയതാ. ഇതാ പിടിച്ചോ, നമ്മുടെ സമാധാനം എന്ന മെസ്സേജ് അവർക്ക്. ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നേക്ക്. അഥവാ ഇതെങ്ങാനും വർക്കായില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് അടി വാങ്ങിച്ചോളൂ. ദേ പോകുന്നു റാണ, വരൂ. റാണ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ കാടിന്റെ നടുവിൽ നിന്ന് ഒരു റോഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഞങ്ങളെ തടയരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ റാണ. ഞങ്ങളുടെ പേര് മോട്ടു പത്ലു. നിങ്ങളുടെ കൂടെ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സത്യം ചെയ്തു തരാം. റോഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാവുകയില്ല. നിങ്ങൾ മനുഷ്യര് നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ. റോഡുണ്ടാക്കി കഴിഞ്ഞാ ഈ കാട് രണ്ടായി പിളർന്നു പോകും. ഏട്ടക്കാർക്ക് ഇതിനകത്ത് കയറാൻ വളരെ എളുപ്പവുമായിരിക്കും. ഓടിക്കോ. അത് നമ്മുടെ പിന്നാലെ തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് പെട്ടെന്ന് ഓടി വാ. ചേട്ടാ, നിങ്ങളുടെ ജെറ്റ് ഷൂസ് ഒന്ന് ഓൺ ചെയ്താൽ എന്താ? വലിയേട്ട, അത് ഓൺ ആക്കണമെങ്കിൽ ഞങ്ങളൊന്ന് നിൽക്കണമല്ലോ. മോട്ടു ജെറ്റ് ഷൂസ് ഓൺ ചെയ്യ.
പതുലു, പെട്ടെന്ന് വാ, അവർ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ട് മോട്ടു പത്ലു. നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളൊക്കെ വളരെ നല്ല മനുഷ്യരാ. എന്നാലും ഞങ്ങൾക്ക് കാട്ടിലൂടെ റോഡ് ഉണ്ടാക്കുന്നതിന് അനുമതി നൽകാൻ കഴിയില്ല. എന്തെന്നാൽ റോഡ് ഇട്ട് കഴിഞ്ഞാൽ കാട് 2 ഭാഗമായി പിരിയും. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സാധാരണ സഞ്ചാരം നിലച്ചു പോകും. പിന്നെ ഏതൊക്കെ മൃഗങ്ങളാണോ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നത്, അവരെ ചിലപ്പോ ഈ മനുഷ്യന്മാരുടെ വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുമുണ്ട്. പതുലു, ഇവര് പറഞ്ഞ കാര്യം വളരെയധികം ന്യായമുള്ളതാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് നിനക്ക് അറിയില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയ ഒന്ന് ആലോചിക്ക്. ഐഡിയ. റാണു റാണ, ഞങ്ങൾക്ക് 1 മാസം സമയം തരൂ. ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം. മോട്ടു പത്ലു, ഇതുവരെയുള്ളതിൽ വെച്ച് നിങ്ങളാണ് ഏറ്റവും നല്ല റോഡ് കോൺട്രാക്ടേഴ്സ്. ആരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഈ ജോലി നിങ്ങൾ ചെയ്തു കാണിച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ ബെസ്റ്റ് റോഡ് കോൺട്രാക്ടർ അവാർഡ് നൽകുന്നു. പെട്ടെന്ന് എടുക്ക്. എന്നാ എല്ലാരും കുടിക്ക് ചൂട് ചായ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഫുർഫുറി നഗരത്തിലേക്ക് ചിലവര് കുറ്റം ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്നെയല്ലേ പിടിക്കുക. അതുകൊണ്ട് ഞാൻ തന്നെ ഈ കാര്യം ഇൻഫോം ചെയ്തേക്കാന്ന് കരുതി. എന്നെ പിടിച്ചേക്കല്ലേ, കേട്ടോ? എന്റെ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും മോഷ്ടിച്ചത് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഡോണ്ട് വറി ജോൺ, നിന്നെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം അവരെവിടെയാണ് മോഷ്ടിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുകയാണ്. മോട്ടു, നീ എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത്? നിന്റെ തലച്ചോറ് കാലിയല്ലേ? അത് പിന്നെ നീ ഒരു കൊച്ചു കുട്ടിയാണ്, ലോല ഹൃദയനാണ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. ആലോചിക്കേണ്ട ജോലിയൊക്കെ പത്ലുന്റെ കയ്യിൽ കൊടുത്തേക്ക്. നീ എന്താണ് പറയുന്നത് ജോൺ? എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. വേറെ എവിടെ ഉണ്ടാവാൻ? ഇവിടെ ഇരുന്ന് സമോസ കഴിക്കുകയായിരുന്നല്ലോ. എന്റെ സുഹൃത്തിനെ കളിയാക്കിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമില്ല. ചിങ്കസാറാണല്ലോ ഫോൺ ചെയ്യുന്നത്. ഹലോ ഹലോ മോട്ടു, പത്തുലു എവിടെ? വേഗം എന്നെ കൂട്ടിക്കൊണ്ട് വാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമില്ല. മോട്ടുവിനും എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ സാധിക്കും. ഇത് ഞാൻ നോക്കിക്കോളാം സിംഗൻ സാർ. ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നേക്കാം. എന്റെ അമ്മോ, അത് ചേട്ടാ എന്താ പറ്റിയേ? അയ്യോ, ഇയാൾക്ക് കാണുന്നില്ലയോ? ഞാൻ കംപ്ലീറ്റ് തകർന്നു പോയില്ലയോ? എന്റെ മുഴുവൻ കടയും കൊള്ളയടിച്ച് ചുമലക്കാറിൽ പോയില്ലയോ? ഞാൻ കംപ്ലീറ്റ് തകർന്നു പോയില്ലേ? എന്റെ അമ്മോ, ഇവിടുന്ന് രക്ഷപ്പെടാൻ 2 വഴികളുണ്ടല്ലോ. ഒരു വഴി ഭയങ്കര തിരക്കാവും, അത് ബ്രിഡ്ജ് വഴിയിലാണ് പോകുന്നത്. രണ്ടാമത്തെ വഴി ഹൈവേ സൈഡാ പോകുന്നത്, അതിൽ ആള് തീരെ ഉണ്ടാവില്ല. പത്തിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആലോചിച്ചൊരു ഐഡിയ പറഞ്ഞേനെ. കള്ളന്മാർ ഏത് വഴിയിലാ പോയിട്ടുണ്ടാവാന്ന്. ഓക്കെ, ശരി നോക്കാം. ഒരുപക്ഷെ 10 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആലോചിക്കും? മോട്ടു, താൻ എന്തായി കാണിക്കുന്നത്? ഞാൻ 10 ആലോചിക്കുന്ന പോലെ ആലോചിച്ച് നോക്കായിരുന്നു. ഒരുപക്ഷെ 10 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെയായിരുന്നു ആലോചിച്ചേനെ? ഏത് രീതിയിൽ ആലോചിച്ചേനെ? ഐഡിയ.
എന്റെ അമ്മോ, മോട്ടുവിന്റെ ബൾബ് ഫ്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ എന്ത് ഐഡിയ ആണ് തരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല മോട്ടു. വേഗം ക്വിക്ക്. പത്തുലു എങ്ങനെയാണോ ആലോചിക്കുന്നത് അതുപോലൊരു ഐഡിയ ഞാൻ തരാം. അവൻ ഒരുപാട് ആൾക്കാരുള്ള ഇടത്തിലേക്കാണ് പോകാറുള്ളത്. നമുക്കും അങ്ങോട്ട് പോകാം. പക്ഷെ ആൾക്കൂട്ടം ഉള്ള വഴിയോടെ എന്തിനാ അവര് പോകുന്നത്? അവിടെ ആൾക്കാർ ഒരുപാടുണ്ടാവും, മാത്രമല്ല ട്രാഫിക് ഉണ്ടാവും. അതേ ട്രാഫിക്കിൽ ഇപ്പൊ നമ്മളും പെട്ടുപോകാൻ പോവുമല്ലേ. നമുക്ക് അവരെ ഒന്ന് ചേസ് ചെയ്യാൻ പറ്റില്ല. അവരും ആൾക്കൂട്ടത്തിനിടെ ചേർന്ന് പോകും. അതുകൊണ്ട് പെട്ടെന്ന് വാ. യാ. മോട്ടു, നമ്മൾ എന്താ ചെയ്യാ? ഓഹോ ചിങ്ക സാർ, അതാ റെഡ് കാർ. ആദ്യം ഞാൻ പോയിട്ട് ആ കൊള്ളക്കാരെ പിടിക്കാം. ഏയ്, അല്ല ഇതെന്താണോ ചെയ്യുന്നത്? തന്റെ ഇഷ്ടത്തിന് കാറിന് പേര് ചാടുകയാണോ? എടോ അല്ല, ഇത് മോട്ടു ആണല്ലോ. ഇവൻ എന്നെ പിടിക്കാൻ വേണ്ടിയാ വരുന്നല്ലേ? മോട്ടു നീ എവിടെയാ ഉള്ളത്? ട്രാഫിക് ജാമിൽപ്പെട്ട ആ ബ്രിഡ്ജിന് മുകളിലുണ്ട്. പെട്ടെന്ന് വാ. എന്റെ അമ്മോ, ഇവൻ എത്തിയോ? ഞാനിവിടുന്ന് എസ്കേപ്പ് അയക്കാം. നിൽക്കടാ അവിടെ. മോട്ടു സ്റ്റോപ്പ്. ഇപ്പൊ താഴോട്ട് വീഴ്. എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? ഇന്നോ പിടിച്ചോ. ഇന്നോ 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 എന്നെ നീ താഴെ പിടിച്ചോ അല്ലേ? അല്ലേ? അതെ, വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങണോ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. പത്ലു, ഇന്ന് മോട്ടു തന്നെ പോലെ തന്നെ അവന്റെ ബുദ്ധി പ്രയോഗിച്ചു. ഇന്നവൻ തെളിയിച്ചു അവനെ കൊണ്ടും ഐഡിയ തരാൻ പറ്റുമെന്ന്. കലക്കി മോട്ടു, ഇന്ന് നീ ശരിക്കും കലക്കിയിരിക്കുക. വെരി ഗുഡ് മോട്ടു. ഹലോ ചിങ്ക സാർ. ഹലോ, ഞാനാണ് മോട്ടു. കം ഫാസ്റ്റ്, ഇറ്റ്സ് അർജന്റ്. ഓക്കെ ചിങ്ക സാർ. എന്താ നടന്നത്? ചിങ്ക സാർ വളരെ അത്യാവശ്യമായിട്ട് എന്തിനാണ് വരാൻ പറഞ്ഞത്? പത്തുലു അടുത്ത ഒരു നാട്ടിലേക്ക് ഒരു ജോലിക്കായി പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തനിച്ചു വന്നത്. എന്താണ് പറ്റിയത്? പുതിയ പാലത്തിന്റെ അടുത്ത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ വരാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ ഓൾറെഡി 10 അടി ദൂരത്തിൽ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. എങ്കിലും കിഡ്നാപ്പർ ബബൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്യുമെന്ന്. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ആ കിഡ്നാപ്പർ ഏത് ഡയറക്ഷനിലാണ് വരിക? പത്തുള്ളൂ ഇവിടെ ഉണ്ടെങ്കിൽ എന്തേലും ഐഡിയ പറഞ്ഞേരെ. ചിങ്ക സാർ ഒരു മിനിറ്റ്. എന്താ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്? ഞാൻ പത്തുലിന്റെ അടുത്ത് ഇന്ന് അവൻ എങ്ങനെയായിരിക്കും ആലോചിക്കുക എന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. കത്തി കത്തി ബൾബ് കത്തുന്നുണ്ട്. മോട്ടു, ബൾബ് അണഞ്ഞല്ലോ. അവൻ ആകാശത്തിൽ നിന്നാണ് വരുന്നത്. അതെങ്ങനെ അവൻ ആകാശത്തിലൂടെ വരിക? ആകാശത്തിലൂടെ ആർക്കും വരാൻ കഴിയില്ല. നോ ഫ്ലൈയിങ് സോൺ. ആകാശത്തിലൂടെ പ്ലെയിനിന് പോലും പറക്കാൻ കഴിയില്ല. അവൻ പാരാഗ്ലൈഡിംഗ് ചെയ്താണ് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡോക്ടർ ജെർക്കേം ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എന്താ പ്രശ്നം? എന്തിനാ ഞങ്ങളെ പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറഞ്ഞേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. നിങ്ങളടുത്ത് ജെറ്റ് പാക്ക് ഉണ്ടോ? അത് ആദ്യം പറയേ. ഉണ്ടല്ലോ എന്റെ ചങ്കേ, കാറിലുണ്ട്. ഇപ്പൊ തന്നെ എടുത്തു വരാം. വരൂ സിംഗ സാർ. ഓക്കെ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇന്ന് പിടിച്ചോ. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. എന്റെ അമ്മോ, മോട്ടൊന്ന് ശരിക്കും നീ പത്ലൂണെ പോലെ തന്നെ ബുദ്ധി പ്രയോഗിക്കുകയാണല്ലോ. ഇൻസ്പെക്ടർ ചിങ്കം ഹിയർ. എന്ത്? ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അതേ മോട്ടു, നീ പറഞ്ഞത് ശരിയാണ്. അവൻ ബൈ എയറിൽ വന്നിട്ട് ചീഫ് മിനിസ്റ്ററെ കൂട്ടിക്കൊണ്ട് പോയി. Why fear when Motu is here? ഇത് എന്റെ ഡയലോഗാണല്ലോ മോട്ടു. ഓ സോറി സോറി ചിങ്കം സാർ. ഇപ്പൊ എനിക്കൊരു കയറ് വേണം. ഇന്നാ പിടിച്ചോ നീ. എന്റെ അമ്മോ.
അതെ എന്നെ വിട്. എന്റെ പുറകെ ഇപ്പൊ പോലീസ് വരുന്നുണ്ടാവും. പോലീസിനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ വിടുന്നേ. ഓക്കെ, നീ ഇത്രയും അധികം ആഗ്രഹിക്കുമ്പോ ഞാനിത് നിന്നെ വിട്ടേക്കാം. അയ്യോ, എന്നെ ഒന്ന് പിടിക്കോ. അയ്യോ അമ്മ, അയ്യോ. അയാളെ ബാൻഡിലേക്ക് എടുത്തിട. അതെ, എന്നെ ഒന്ന് വിട്ടാ ഞാൻ പോക്കോട്ടെ. എന്നെ രക്ഷപ്പെടുത്ത. ഹെൽപ്പ്, ഹെൽപ്പ്. സിഎമ്മിനെ അതാ വാണി കടത്തിക്കൊണ്ട് പോകുന്നു. അയ്യോ, എന്നെ ഒന്ന് വിടുന്നേ. അല്ല, കാറിന്റെ മേലെ ആരാ? പോയി നോക്കിയേ. ആരാന്ന് ഇപ്പൊ പറഞ്ഞു തരാം. നിങ്ങൾ പേടിക്കണ്ട. ഇന്നാ എന്റെ അമ്മോ. മമ്മി പിടിക്കണേ. മോട്ടു എന്തായാലും ചെയ്യ്. ഇത് കണ്ട, എന്റെ മോട്ടു എന്നെ രക്ഷപ്പെടുത്താൻ വന്നു. മോട്ടുവിന് ഇപ്പൊ തന്നെ അടിച്ച് ഓടിപ്പിച്ചേക്കാം. ഡോണ്ട് വറി ചിങ്കൻ സാർ. അയ്യോ, അവയില്ല. അല്ല, രക്ഷപ്പെട്ടു. എന്റെ അമ്മോ. അല്ല, നീ ഇവിടേക്ക് വന്നോ? കിഡ്നാപ്പർ പപ്പൻ, ഇപ്പോ നീ എന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബബിൾഗ സാറാ പറഞ്ഞത് CM സാറിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന്. അതെ, എനിക്കൊരു കുഴപ്പമില്ല. CM സാർ അകത്തിരിപ്പുണ്ട്. വെളിയിലേക്ക് ഇറങ്ങി വരൂ CM സാർ. ഇനി സാറിന് ഒരു അപകടം ഉണ്ടാവില്ല. താങ്ക് യു മോട്ടു സാറ്. എന്നെ കിഡ്നാപ്പറിനെ ഇത് രക്ഷപ്പെടുത്താനും വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. എന്റെ അമ്മോ, താങ്ക് യു മോട്ടു. നീ ഇന്ന് CM-നെയാണ് രക്ഷപ്പെടുത്തിരിക്കുന്നത്. താങ്ക് യു. ബബൻ, നീ ശ്രദ്ധിച്ചോ ഇന്ന് മോട്ടുന്റെ ബുദ്ധി എങ്ങനെ പ്രയോഗിച്ചെന്ന്? ഇന്ന് നീ ജയിലിന്റെ ചീഫ് ഗസ്റ്റ് ആവാൻ തയ്യാറായിരുന്നു. ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങളും ബുദ്ധി ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും ചേർന്നാണ് പ്രവർത്തിക്കാറ്. പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മോട്ടുവിന് ഒറ്റയ്ക്കും എല്ലാം നേരിടാൻ കഴിയും. നീ 1000 പറഞ്ഞോ പത്തിലോ. ഒരു കാര്യത്തിന് വേണ്ടി നീ തരുന്ന ഐഡിയ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതിൽ ഞങ്ങൾക്കൊരു ആപത്തുണ്ടാവില്ല. പക്ഷെ മോട്ടു തരുന്ന ഐഡിയ അങ്ങനെയല്ല. നമ്മൾ പ്രശ്നത്തിൽ കുടുങ്ങിയാ ചെയ്യാ. Watch India's largest kids library only on Jio Hotstar. Download the app now.